ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്, ഈ മാറ്റത്തിൻ്റെ കാഴ്ചപ്പാട്, വികസിത നിയമം, വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, ജനങ്ങളാണ്. അവർ തീരുമാനിച്ച് കഴിഞ്ഞു. മതിയായി എന്ന് അവർ പറഞ്ഞ് അവർ മടുത്തു. ഇനിയിപ്പോൾ ഒരു മാറ്റം BJP NDA കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് കിട്ടുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എന്താണ് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ചെയ്യേണ്ടത്? എനിക്ക് അവസരം തന്നപ്പോൾ ഇതെല്ലാം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്ര പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു എന്നല്ലേ പറയേണ്ടത്? ഇതൊരു അഹങ്കാരമാണ്. ഈ തോക്കാൻ പോകുന്ന ഒരു MLAൻ്റെ ഒരു അഹങ്കാരവും ഒരു പേടിയാണ് ഇത്. നമസ്കാരം. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ത്രികോണപ്പോര് ഉറപ്പാണ് എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പുറത്ത് വരുന്നത്. തലസ്ഥാനത്തെ സംബന്ധിച്ച് വട്ടിയൂർക്കാവും നേമവുമാണ് ഏറ്റവും പ്രധാനമായ, ഏറ്റവും കഠിനമായ ത്രികോണപ്പോര് നടക്കാൻ പോകുന്നത്. എന്തായാലും നേമം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള കടുത്ത മത്സരമായിരിക്കും നടക്കുക എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് നേമം. A ക്ലാസ് സ്ഥാനാർത്ഥി തന്നെയാണ് BJPയുടേത് ഇവിടെ മത്സരിക്കുന്നത്. കാരണം സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ് നേമത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പിച്ച മട്ടിലാണ് BJP സംസ്ഥാന നേതൃത്വം നിലവിൽ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ. നന്നായി പോകുന്നു. അത് മൊത്തം കേരളത്തിൽ പ്രചരണം നന്നായി പോകുന്നു. നിയമത്തിൽ പ്രചരണം നന്നായി പോകുന്നു. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്, ഈ മാറ്റത്തിൻ്റെ കാഴ്ചപ്പാട്, വികസിത നിയമം, വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. എനിക്ക് ഒരു സംശയമില്ല, ഈ ഇലക്ഷൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് മാറും. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, ജനങ്ങളാണ്. അവർ തീരുമാനിച്ച് കഴിഞ്ഞു. മതിയായി എന്ന് അവർ പറഞ്ഞ് അവർ മടുത്തു. ഇനിയിപ്പോൾ ഒരു മാറ്റം BJP NDA കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് കിട്ടുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു, അധ്വാനിക്കുന്നു, എല്ലാവരും പോയി കാണുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടും മോദിജി ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു വാക്ക്, നേമത്തെ അതായത് BJPക്ക് വിജയിക്കാനുള്ള എല്ലാ പൂട്ടുകളും താഴിട്ട് പൂട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് BJPക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഒരു അഹങ്കാരമല്ലേ? ഇതെല്ലാം ഒരു ഫെയിൽഡ് MLA പറയുന്ന കാര്യങ്ങളല്ലേ? ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു MLA, ഒരു മന്ത്രി എന്താണ് ചെയ്യേണ്ടത്? ഈ ജനാധിപത്യ സംവിധാനത്തിൽ, ഡെമോക്രസിയിൽ ഒരു മന്ത്രിക്ക് ഒരു അവസരം കൊടുക്കുന്നത് ജനങ്ങളാണ്. ഒരു MLAക്ക് ഒരു അവസരം കൊടുക്കുന്നത് ജനങ്ങളാണ്. MLA ആക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ എന്താണ് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ചെയ്യേണ്ടത്? എനിക്ക് അവസരം തന്നപ്പോൾ ഇതെല്ലാം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്ര പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു എന്നല്ലേ പറയേണ്ടത്? ഇതൊരു അഹങ്കാരമാണ്. ഈ തോക്കാൻ പോകുന്ന ഒരു MLAൻ്റെ ഒരു അഹങ്കാരവും ഒരു പേടിയാണ്. ഇങ്ങനത്തെ ഓരോരോ ഞാൻ വായിക്കുന്നതും കേൾക്കുന്നതും. നോക്കൂ, പൂട്ടാനും തുറക്കാനും തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഇത് ഒരു ഫെയിൽഡ് MLA അല്ലാന്ന് മാത്രമേ എനിക്ക് പറയാൻ ഇപ്പോൾ ആഗ്രഹമുള്ളൂ. വേറൊന്നും പറയുന്നില്ല. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? അതൊന്നും ചോദിക്കല്ലേ. എനിക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ആഗ്രഹമില്ല. എത്ര സീറ്റ് ജയിക്കും, ഏത് സീറ്റ് ജയിക്കും, സീറ്റിൻ്റെ എത്ര വോട്ട് കിട്ടും, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അടുത്ത 17-20 ദിവസം ജനങ്ങൾ തീരുമാനിക്കും. വലിയ വിജയപ്രതീക്ഷയാണ് നേമത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തും കേരളത്തിലും നല്ല ഒരു ഈ മുന്നണിയുടെ നല്ലൊരു ചാട്ടം ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സെൻട്രൽ സ്ഥാനാർത്ഥി എപ്പോഴും അറിയാൻ പറ്റും? അത് ഇന്നും നാളെ അത് തീരുമാനിക്കും. വളരെ നന്ദി. എന്തായാലും ഇതാണ് പ്രതികരണം. ഏറെ വിജയപ്രതീക്ഷയാണ് നേമത്ത് ഉള്ളത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടി ഉയർത്തിയ വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബാക്കി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.